അങ്ങനെ ഉറ്റമിത്രം ഇറ്റലിയും ഇസ്രായേലിനെ കൈവിട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് റോമും ഇറ്റലി തെല്ലവീവും തമ്മിൽ വളരെ ദൃഢമായിട്ടുള്ള സൈനിക ബന്ധങ്ങളും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരുന്നു. കാരണം രണ്ട് രാജ്യങ്ങളിലും നിലനിൽക്കുന്നത് ഒരു വലതുപക്ഷ ഭരണകൂടമാണ്. ഏകദേശം ഓരോ 5 വർഷം കൂടുന്തോറും പുതുക്കുന്ന രീതിയിലുള്ള ആയുധ കരാറുകളും അതേപോലെ തന്നെ സൈനിക ഉടമ്പടികളൊക്കെ ഇറ്റലിയും ഇസ്രായേലും തമ്മിലുണ്ടായിരുന്നു. ഇസ്രായേല് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമാണ്. അല്ലെങ്കിൽ അതിൽ ആ ഫസ്റ്റ് മൂന്ന് എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മൂന്നാമതായിട്ട് വരുന്ന രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വളരെയധികം വഷളായിരിക്കുകയാണെന്നുള്ളതാണ്. അതൊരു ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു വലതുപക്ഷ ഭരണകൂടം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇറ്റലിയിൽ എങ്ങനെയാണ് മറ്റൊരു വലതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്ത ഞാൻ വായിക്കാം. ഇസ്രായേലുമായുള്ള എല്ലാ പ്രതിരോധ സഹകരണ കരാറുകളും റദ്ദാക്കുന്നതായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴും പുതുക്കാറുള്ള ഈ കരാർ പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇനി തുടരേണ്ടതില്ലെന്നാണ് മെലോണി ഭരണകൂടത്തിന്റെ തീരുമാനം. കരാർ ഇനി പുതുക്കേണ്ടതില്ലെന്നും തീരുമാനമുള്ളതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചരിത്രപരമായി ദൃഢമായ ബന്ധം പുലർത്തിയിരുന്ന റോമും തെല്ലവീവും തമ്മിലുള്ള ബന്ധം ഇതോടെ പൂർണ്ണമായും വഷളായിരിക്കുകയാണ്.